ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കറിയും ഒരു ഗോതമ്പ് പുട്ടുമാണ്. അതിന് വേണ്ടുന്ന ഈ പച്ചക്കറികളെല്ലാം വെച്ചൊരു വെജിറ്റബിൾ കറിയും ഗോതമ്പ് പുട്ടും ഉണ്ടാക്കാനാണ് ശ്രമം. എല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഒരു വെജിറ്റബിൾ കറി, തേങ്ങ അരച്ച് ചേർത്ത ഒരു വെജിറ്റബിൾ കറിയും ഗോതമ്പ് പുട്ടുമാണ് ഇന്നത്തെ ഡെയിലി വ്ളോഗ്സിൽ ചെയ്യാൻ പോകുന്നത്. പച്ചക്കറികൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറി വയ്ക്കാൻ ആരംഭിക്കാം. പുട്ടിനുള്ള വെജിറ്റബിൾ കറിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പുട്ടിനുള്ള വെജിറ്റബിൾ കറിയാണ്. അതിന് വേണ്ടി അത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി, ഇത് തിളച്ച് റെഡിയാകുമ്പോൾ നമ്മൾ അടുത്ത സാധനങ്ങൾ തേങ്ങ അരച്ചതും ഒക്കെ ചേർത്ത് കാണിക്കുന്നതായിരിക്കും. ഇനി പച്ചക്കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഈ തേങ്ങ അരച്ചു വച്ചിട്ടുണ്ട്. ആ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കും. വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതിലൊഴിക്കുക. അതിന് ശേഷം വെജിറ്റബിൾ കറിയാണ്. ഇത് ഒന്ന് പതഞ്ഞ് വരണം, അതിനുശേഷം കാണിക്കാം. ഇങ്ങനെ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളം തളിച്ച് ഏതാണ്ട് വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് ആക്കുമ്പോൾ ഈ രീതിയിൽ പൊടിഞ്ഞ് വരുന്നുണ്ട്. ഈ പരുവത്തിന് വെള്ളം തളിച്ച് പുട്ടുമാവ് ശരിയാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങയുണ്ട്, ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് തേങ്ങാപ്പീര എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഈ പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോൾ ഗോതമ്പ് പുട്ട് റെഡിയായി വരും. വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണിക്കാം, ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മളുടെ പുട്ട് റെഡിയായിട്ടുണ്ട്. ഇത് കറിയാണ്, പുട്ടിനുള്ള കറി ആണ്. നമ്മൾ പാളിപ്പോയ ഒരു വീഡിയോയാണ്. പുട്ട് പൊട്ടിപ്പോയി. എല്ലാവരും പുട്ടൊക്കെ കഴിച്ച് എൻ്റെ പുട്ട് കഴിക്കാനായി വന്നപ്പോൾ വീഡിയോയ്ക്ക് എടുക്കാറായപ്പോൾ അത് പൊട്ടി. നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കാതെ വന്നു. എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളൂ. അങ്ങനെ വെജിറ്റബിൾ കറി, നമ്മളെ ഗോതമ്പ് പുട്ട് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത്തിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിൽ
വൈറ്റമിനുകളൊക്കെ ആഡാവും. ഇതൊന്നും പ്രകൃതിദത്തമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വിറ്റാമിൻ സിയും ഉണ്ടാവും. ഇന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ ഇത്തിരി പുട്ടെടുക്കുന്നു. കറി ശകലം ഒഴിക്കുക. അടിപൊളി, നല്ല ടേസ്റ്റാണ്. ആ ഗോതമ്പിൻ്റെ ടേസ്റ്റും ചേരുമ്പോൾ നല്ല സ്വാദാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.